അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും അറിയേണ്ട ഒരു മോർണിംഗ് ഡെയിലി റൂട്ടീൻ്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ മുത്ത് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മോർണിംഗ് റൂട്ടീൻ ലൈഫാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കേൾക്കണേ. ഒരു മുസ്ലിം എന്ന സമുദായത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു ജീവിത കഥയാണ് നമ്മുടെ മുത്ത് ഹബീബിൻ്റെ ജീവിതകഥ. മുത്ത് ഹബീബിൻ്റെ ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മൾ അതുപോലെ ജീവിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പടച്ച റബ്ബ് സ്വർഗം തരും. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം തരുകയും ചെയ്യും. നമ്മൾ മുത്ത് ഹബീബിൻ്റെ ചരിത്രം നമ്മൾ കേൾക്കാനായിട്ട് മനസ്സുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം നമുക്ക് പടച്ച റബ്ബ് തരും. മറ്റുള്ളവർ കേൾക്കാനായിട്ട് നമ്മൾ കാരണമായാൽ അതിനുള്ള പ്രതിഫലവും നമുക്ക് പടച്ച റബ്ബ് തരും. നമ്മുടെ മുത്തായ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കത്തിൽ നിന്നുണരുമ്പോൾ രാത്രിയിൽ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റത്തെ 3ാമത്തെ ഭാഗം നമ്മുടെ മുത്ത് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണരുമായിരുന്നു. നമ്മുടെ മുത്ത് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണരുന്ന സമയം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് സങ്കല്പിക്കാം, ഒരു 2:30-3 മണി ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ഹബീബ് ഉണർന്നിട്ടുണ്ടാവുക. ഉണർന്ന ഉടനെ എഴുന്നേറ്റ് പെട്ടെന്ന് അങ്ങ് പോവുകയില്ല. ഉണർന്നിട്ട് അവിടെ ഇരുന്നിട്ട് അൽഹംദുലില്ലാഹ് അല്ലസീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹി നുശൂർ, ഈ ഒരു ദിക്ർ നമ്മുടെ ഹബീബ് ചൊല്ലിയിട്ട് ആ ഒരു വിരിപ്പിൽ അവിടെ ഇരിക്കും. കുറച്ച് സമയം, ഒരു 3-4-5 മിനിറ്റ് ആ ഒരു വിരിപ്പിൽ ഇരുന്ന ശേഷം നമ്മുടെ മുത്തായ ഹബീബ് വലത് കാല് വെച്ചിട്ട് ചെരുപ്പ് ധരിക്കും. വലത് ചെരുപ്പ് ആദ്യം ധരിച്ച് റൂമിൽ നിന്ന് പുറത്തിറങ്ങും. ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാത കൃത്യങ്ങൾ ചെയ്യാനായിട്ട് ബാത്റൂമിലേക്ക് പോകും. ബാത്റൂമിൽ പോയി നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം മുത്ത് ഹബീബ് കൈകൾ കഴുകും. അതുപോലെ ഉറക്കം നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലും ആദ്യം നമ്മുടെ ഹബീബ് കൈകൾ കഴുകുമായിരുന്നു. നമ്മുടെ കൈകൾ രാത്രിയിൽ എവിടെയാണ് രാപ്പാർത്തത് എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹബീബ് നമ്മളെ കൈ കഴുകാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കൈകളൊക്കെ കഴുകി നമ്മുടെ ഹബീബ് മിസ്വാക്ക് ചെയ്യുമായിരുന്നു, ബ്രഷ് ചെയ്യുമായിരുന്നു. ബ്രഷ് ചെയ്യുമ്പോൾ വലത് ഭാഗത്തു നിന്നായിരുന്നു നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല്ല് ക്ലീനാക്കി എടുത്തത്, വൃത്തിയാക്കിയത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വലത് ഭാഗത്ത് നിന്ന് ചെയ്യാനായിട്ട് നബിയുടെ സുന്നത്തുകൾ പിൻപറ്റാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് വുളുവൊക്കെ എടുത്തിട്ട് മുത്ത് ഹബീബ് അവിടെ നിന്ന് മുത്ത് ഹബീബിൻ്റെ വീട്ടിലേട്ടേക്ക് വരും. വീട്ടിൻ്റെ അകത്തായിരുന്നില്ല, ബാത്റൂം കുറച്ച് ദൂരെയായിരുന്നു, മുറ്റത്തായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വീട്ടിൻ്റെ പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഉളു ചെയ്തിട്ട് വീട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് വരും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഇടത് കാല് വെച്ച് ഇറങ്ങുകയും നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാല് വെച്ച് കയറുകയും ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ നബി ചെയ്തിരുന്നത്. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നബി നിസ്കാരത്തിലും ഖുർആനോത്തിലും ദിക്റുകൾ ചൊല്ലുന്നതിലും മുഴുങ്ങിയിരിക്കും. നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, അതുപോലെ വിത്ർ നിസ്കാരം എല്ലാം നിർവഹിക്കും. കൂടുതലായിട്ട് ഒരുപാട് നിസ്കരിക്കുകയും ചെയ്യും. ആ ഒരു സമയത്ത് പടച്ച റബ്ബിനോട് ഒരുപാട് ദുആ ചെയ്യുകയും ചെയ്യും. ഈ നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നബി വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ, മൺകുടത്തിൽ പാർന്ന് വെച്ച തണുപ്പിച്ച് വെച്ച ആ ഒരു വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലോട്ടൊരു സ്പൂണ് തേന് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് കുടിക്കുമായിരുന്നു. നമ്മുടെ ഹബീബ് ധാരാളം വെള്ളം കുടിക്കുമായിരുന്നു. തേനിൽ ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളം കുടിച്ചതിന് ശേഷം അവിടെ ഇരുന്നിട്ട് ഒരുപാട് നമ്മുടെ ഹബീബ് ആലോചിക്കുമായിരുന്നു, ചിന്തിക്കുമായിരുന്നു. അന്ന് നടന്ന കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഉമ്മത്തിങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമായിരുന്നു. അതിനുശേഷം ബിലാൽ റളിയല്ലാഹു അൻഹയുടെ ബാങ്ക് കേൾക്കും. ബാങ്ക് കേട്ടാൽ വീട്ടിൽ നിന്ന് തന്നെ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും. സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ നമ്മുടെ മുഹമ്മദ് നബി ഓതിയത് ഫാത്തിഹയും അലം നശ്റഹും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തുമാണ്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയും ഫീൽ സൂറത്തും ഇഹ്ലാസുമാണ് ഓതിയിരുന്നത്.
പടത്തിൽ തന്നെ കുറച്ച് സമയം നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരുപാട് ദുആ ചെയ്യുമായിരുന്നു. സുബയുടെ സുന്നത്തിൻ്റെയും ഇടയിലുള്ള ആ ഒരു സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ പ്രാർത്ഥന പടച്ച റബ്ബ് എളുപ്പം സ്വീകരിക്കും. ദുആയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു സമയമായിരുന്നു അത്. അവിടുന്ന് നിസ്കാരവും ദുആയൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിലോട്ടേക്ക് പോകും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ച് ഇറങ്ങും, പള്ളിയിൽ കയറുമ്പോൾ വലത് കാലം വെച്ച് ഇറങ്ങും. സുബഹി നിസ്കാരം നിർവഹിക്കും. ദിക്റുകളൊക്കെ ചൊല്ലി സുബഹി കഴിഞ്ഞതിന് ശേഷം ആ ഒരു നിസ്കാര പടത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. തിരക്കില്ലാത്തവർ അവിടെ ഇരിക്കും, അല്ലാത്തവർ അവരുടെ കാര്യത്തിനായിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ നബി ആ ഒരു മുസല്ലയിൽ ഇരുന്ന് സൂര്യൻ ഉദിക്കും വരെ ഇരിക്കും. എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും. എന്നിട്ട് കാണാനുള്ളവരെയൊക്കെ കണ്ട് എന്നിട്ട് വീട്ടിൽ പോവും. വീട്ടിൽ പോയിട്ട് ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും അടുത്ത് സഹായിക്കും, അവരെ സന്തോഷിപ്പിക്കും. അതുപോലെ ആട്ടിനെ മേൽക്കും, കുളിക്കും, അതുപോലെ കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കും, വസ്ത്രങ്ങൾ അലക്കും, ചെരുപ്പൊക്കെ കഴുകും. ഇതൊക്കെ നമ്മുടെ ഹബീബ് സ്വന്തം ചെയ്യുമായിരുന്നു. ഭാര്യമാരോട് കുശലം പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയും കുടുംബത്തിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്തതിന് ശേഷം നബിയുടെ കുളിയും വുളു എടുക്കലൊക്കെ കഴിഞ്ഞ് പള്ളിയിലോട്ടേക്ക് പോകും. പള്ളിയിലോട്ടേക്ക് പോയിട്ട് അവിടെ നിന്ന് ളുഹാ നിസ്കാരം നിർവഹിക്കും. ളുഹാ നിസ്കാരം 4 റക്അത്താണ് ഏറ്റവും ചുരുങ്ങിയത് നിസ്കരിക്കാറ്, അല്ലെങ്കിൽ 8 കൂടിയാൽ. ളുഹാ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത്, കൂടിയാൽ 8 റക്അത്ത്, അങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. ളുഹാ നിസ്കാരം കഴിഞ്ഞാൽ 7 ഈത്തപ്പഴവും 1 ഗ്ലാസ് പാലും കഴിക്കുമായിരുന്നു. ഉണക്ക മുന്തിരിയും ചില ദിവസങ്ങളിൽ കഴിക്കുമായിരുന്നു. ഈ ഒരു സമയത്ത് 7 അജ്വ ഈത്തപ്പഴമായിരുന്നു നമ്മുടെ ഹബീബ് കഴിച്ചിരുന്നത്. ചില ദിവസങ്ങളിൽ ഈ ഒരു ഈത്തപ്പഴവും ഉണക്കമുന്തിരിയൊക്കെ പാലിൽ ഇട്ടുകൊണ്ട് കഴിക്കുമായിരുന്നു, അല്ലാതെയും കഴിക്കുമായിരുന്നു. ഇത് നമ്മുടെ ഹബീബിൻ്റെ ഒരു പതിവായിരുന്നു. അതും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹബീബ് ജോലി ചെയ്യാൻ പോകുമായിരുന്നു. നമ്മുടെ ഹബീബിൻ്റെ ജോലി കച്ചവടക്കാരനായിരുന്നു ഒരു കാലത്ത്. അതിനുശേഷം ആട്ടിനെ മേക്കുമായിരുന്നു. അതുപോലെ കുറച്ച് ഒട്ടകങ്ങളുണ്ടായിരുന്നു, 5 ഒട്ടകങ്ങളുണ്ടായിരുന്നു. മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ട് ജോലി ചെയ്യുമായിരുന്നു. മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുമായിരുന്നു, അവർക്ക് ദർസ് എടുത്തു കൊടുക്കുമായിരുന്നു. നമ്മുടെ ഹബീബിൻ്റെ അടുത്ത് ഒരുപാട് ഇസ്ലാം മത വിശ്വാസികൾ അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞു വരുമായിരുന്നു, അവർക്കുള്ള ആവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഉപദേശങ്ങൾ കൊടുക്കുമായിരുന്നു. നുബുവത്തിന് ശേഷം കാര്യമായ ജോലിക്കൊന്നും പോയത് കിതാബിലൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ ഹബീബ് നുബുവത്തിന് മുമ്പായിരുന്നു കച്ചവടത്തിനും അതുപോലെ ആട്ടിനെ മേയ്ക്കുന്ന ജോലിക്കും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അവരുടെ ആട്ടിനെ മേയിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള നമ്മുടെ ഹബീബിൻ്റെ ജീവിതചര്യ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പകർത്താനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഹബീബിൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ ലൈഫ് ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഹബീബിൻ്റെ എല്ലാ സുന്നത്തുകളും നിറവേറ്റാനായിട്ട് ജീവിതത്തിൽ പകർത്താനായിട്ടും ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിൽ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിലും എൻ്റെ അറിവിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും പടച്ച റബ്ബ് പുറത്തു തരട്ടെ. ആമീൻ.